നാട്ടുകാരനും നമ്മളിൽ ഒരാളുമായ കാര്യപരമ്പ് സുരേഷ് എഴുതിയ നോവൽ പബ്ലിഷ് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. അദ്ദേഹത്തിന്റെ പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി CP കുഞ്ഞിപ്പ മാഷിന്റെ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന് ജീവിച്ച സുരേഷ് എഴുതിയ ഒരു പുസ്തകമാണ് ഇൻ സെർച്ച് ഓഫ് വിങ്സ്. വളരെ ചെറുപ്പത്തില് എയർഫോഴ്സിൽ ചേരാൻ പോകുന്ന അദ്ദേഹത്തിന്റെ ആ ശ്രമത്തിന്റെ ഒരു വിവരണമാണ് ഈ പുസ്തകത്തിൽ. വിയമ്മച്ചെറുകൾ ചേടി എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിലേക്ക് ചെറുതായിട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യക്കാരായ ഒരുപാട് എഴുത്തുകാരുണ്ട്. ഉദാഹരണമായിട്ട് അരുന്ധതി റോയ്, ശശി തരൂർ, ടാഗോർ, സൽമാൻ റുഷ്ദി, ഇവരൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷിൽ എഴുതുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഇന്ത്യക്കാരാണ്. ആ കൂട്ടത്തിലേക്ക് തന്നെയാണ് സുരേഷിനെ പെടുത്താൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നു ഈ പുസ്തകം വായിക്കുമ്പോൾ. ഇതിലെ ചെറുപ്പകാലം ഇരുമ്പുഴി വടക്കുമുറിയാണ്. ഇരുമ്പുഴി വടക്കുമുറിയില് പടിഞ്ഞാറ്റുമുറി ഭാഗത്ത് പത്രം വിതരണം ചെയ്യാൻ പോയ ഒരു കഥയോട് കൂടിയിട്ടാണ് സുരേഷ് ഈ പുസ്തകം തുടങ്ങുന്നത്. പിന്നീട് ഒറ്റക്ക് നാട് വിട്ടൊരു ട്രെയിൻ യാത്ര ഇതിൽ വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു കൂടുതൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ ഇതിൽ ആവർത്തിച്ച് പറയുന്നില്ല. എന്നാലും ഇതിന്റെ ഒരു മലയാള പരിഭാഷ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും വായിക്കാത്തക്ക രീതിയിൽ നമുക്കത് മാറ്റാൻ പറ്റും. ഈ കടുതൊടിയില് അന്ന് 2 ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പത്തെ ചെറുപ്പക്കാർക്ക് അറിയില്ല. 50 കൊല്ലം മുമ്പത്തെ ചരിത്രമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. 1974-76 കാലത്ത്. ആ കാലത്ത് യുവജന സമിതി, പ്രദേശ് ക്ലബ്ബ് എന്ന് പറഞ്ഞ 2 ക്ലബ്ബുകൾ നമ്മുടെ നാട്ടിൽ വളരെ വാശിയോടും വേറോടും കൂടിയിട്ട് പ്രവർത്തിച്ചിരുന്നു. അതില് സുരേഷ് ഒരു ക്ലബിൽ അംഗമായിരുന്നു. ആ ക്ലബിന്റെ നേതൃത്വത്തില് അവിടെ നമ്മുടെ തലാപ്പില് ആ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് വിശാലമായൊരു പറമ്പില് ഒരു കണ്ടത്തില് ഒരു നാടകം കളിച്ചത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇൻ സെർച്ച് ഓഫ് വിങ്സ് എന്ന് പറയുന്ന ഈ പുസ്തകം അത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്നേഹനിധിയായ അച്ഛനും അമ്മക്കും പെങ്ങന്മാർക്കും. പിന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ചെറുപ്പകാലത്ത് അതിന്റെ കൂടെ അവിടെ നടന്നിരുന്ന ചെറുപ്പക്കാരായ അന്നത്തെ കാലത്ത് സഹപാഠികൾക്കാണ്. പിന്നീട് അദ്ദേഹം മിലിറ്ററിയിൽ ചേരും. മിലിറ്ററി എന്ന് പറഞ്ഞാൽ എയർഫോഴ്സിൽ ചേരാൻ പോയപ്പോ ആദ്യത്തെ ബാച്ച്, അതൊരിക്കലും അദ്ദേഹത്തിന് മറക്കാൻ കഴിയാത്തൊരു ബാച്ചാണ്. ആ ബാച്ച്, അതിലുള്ള കുറെ ആൾക്കാരെ അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. ഒരു NCC കേഡറ്റ് ആയിട്ടായിരുന്നു ഹൈസ്കൂൾ ക്ലാസ്സിൽ അദ്ദേഹം പഠിച്ചത്. അദ്ദേഹത്തിന് എത്രമാത്രം ഉപകാരപ്പെട്ടു എന്നുള്ളത്, സുരേഷിന് എത്രമാത്രം ഉപകാരപ്പെട്ടു എന്നുള്ളത് ഈ പുസ്തകത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. പല ആൾക്കാരും ഇത് ഈ മിലിറ്ററി ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് ടെസ്റ്റുകളും നേരിടേണ്ടുന്ന ഒരു ജീവിതമാണ്. എയർഫോഴ്സ് ജീവിതവും നേവി ജീവിതവും കാലാൾപ്പടയായാലും ഏതായാലും അതൊക്കെ വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഇതിൽ വിവരിച്ചിട്ടുണ്ട്. സുരേഷിന്റെ എന്താ ബന്ധം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഞാൻ ഇരുമ്പുഴി UP സ്കൂളില് ഒരു അധ്യാപകനായിരുന്നു. ആ കാലത്ത് എന്റെ ക്ലാസ്സിലായിരുന്നു സുരേഷ് ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് ഓർക്കുന്ന, അന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വളരെ ഉയർന്ന രൂപത്തിൽ പ്രൊഫസർമാരും ഡോക്ടർമാരും ആയിട്ടുണ്ട്. അതിൽ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു സുരേഷ്. പിന്നെ ഏറ്റവും കൂടുതൽ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്ന ഒരു രംഗങ്ങൾ ഇതിലുണ്ട്. മണ്ഡകം എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടത്. അവിടെ നടക്കുന്ന ചില ചടങ്ങുകള്, ചില ആഘോഷങ്ങള്, അതുപോലെ കാക്കരക്കാടിയിലെ താലപ്പൊലി അത് അദ്ദേഹത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതുപോലെ താലപ്പാലിയിൽ
വൈകുന്നേരം നടക്കുന്ന പരിപാടികൾ, അവിടുത്തെ കോഴി ബലികൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുള്ള ഈ പുസ്തകം അത് ആമസോൺ പ്രസിദ്ധീകരിച്ചതാണ്. വളരെ നന്നായിട്ട് പലരും ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്. പ്രകാശനം ചെയ്യല്ല, നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ലൈബ്രറിയിലേക്ക് ഇതിന്റെ ഒരു കോപ്പി കൊടുക്കുന്നുണ്ട്. ആ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. സുരേഷ് ഒരു ഓണം ക്യാമ്പില്, എയർഫോഴ്സ് ക്യാമ്പില് നടത്തിയ ഓണത്തിന്റെ ഓർമ്മ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ എന്റെ പുസ്തകം വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല.